ക്രേസി ഹിസ്റ്ററി കേട്ടാലോ. 16 വർഷത്തെ ദാമ്പത്യ യുദ്ധം, അതിന് മുന്നേ 4 വർഷത്തെ ലവ്, അങ്ങനെ വിവാഹം കഴിച്ചവർ, 3 മക്കളുണ്ട്. എന്നിട്ട് ഈ 3 മക്കളും ആയതിനു ശേഷം വെഡ്ഡിങ് ആനിവേഴ്സറി 16ാമത്തെ വർഷത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി സമയത്ത് പുള്ളിക്കാരൻ ഫോൺ ലോക്കിട്ട് തുടങ്ങി. അപ്പോൾ ഇവൾക്കൊരു ഡൗട്ട് തോന്നി. പക്ഷെ ചോദിച്ചപ്പോഴത്തേക്കും ഒന്നും പറഞ്ഞൊന്നുമില്ല. പക്ഷേ പുള്ളിക്കാരനെ യൂട്യൂബിൽ പാട്ട് കേട്ടൊരു ശീലമുണ്ട്. അപ്പോൾ ഈ പാട്ട് കേട്ട ശീലത്തിൽ അങ്ങ് ഉറങ്ങിപ്പോയി. ഫോൺ ലോക്കായില്ല. ഈ സ്ത്രീ എടുത്ത് നോക്കുന്നുണ്ട്. രാത്രി നോക്കിയപ്പോഴത്തേക്കും വാട്സപ്പിൽ മെസ്സേജ് ഉണ്ട്, എന്താ ഇപ്പം വരാത്ത, എന്താ ഇപ്പം മിണ്ടാത്ത, എൻ്റെ ഇപ്പോൾ വീട്ടിലോട്ട് വരാത്ത. അങ്ങനെ പുള്ളിക്കാരി വിഷമത്തിലായി. ഭർത്താവിൻ്റെ അടുത്ത് ചോദിച്ചു. ഭർത്താവ് സമ്മതിച്ചു. അപ്പോൾ ഈ വരാത്ത, എന്താ എൻ്റെ വീട്ടിൽ വരാത്തേ ചോദിക്കുമ്പോൾ മനസ്സിലായി കാണുമല്ലോ ഇതിന് മുമ്പ് ആ വീട്ടിലൊക്കെ പോയിട്ടുണ്ടെന്ന്. അപ്പം ഇത്രയും വർഷത്തെ ദാമ്പത്യ ജീവിതം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സങ്കടത്തിൽ പോയത് കാരണം അപ്പോൾ ഈ സ്ത്രീ എന്ത് ചെയ്തു, പിന്നീട് പുറത്ത് ചെന്ന് വനിതാ കമ്മീഷനിലെ കൊടുത്ത് മറ്റേ സ്ത്രീയെ ഒഴിവാക്കി. എന്ന് വെച്ചാൽ ഇനി 2 വർഷം പിടിച്ച് അകത്തിടൂ എന്നൊക്കെ പറഞ്ഞു, വളരെ സ്പീഡിൽ പറഞ്ഞു പോവാണ്. പക്ഷെ ഇപ്പോഴും ആ സ്ത്രീക്ക് വിഷമം മാറിയിട്ടില്ല. എന്ന് വെച്ചാൽ 16 വർഷത്തെ വിവാഹ ജീവിതം, 4 വർഷത്തെ പ്രണയം, മൊത്തം എത്ര 20 വർഷം ഖത്തം ഹവ. ആരാണ് ആ മറ്റേ സ്ഥലത്തുള്ള ലേഡി? അവൾക്ക് ഭർത്താവ് ഗൾഫിലായിരുന്ന ഒരു കുട്ടിയുണ്ട്. എന്നിട്ട് അവൾ വേറൊരു സ്ത്രീയുടെ ലൈഫ് തകർക്കുന്നത് സ്ത്രീയാണ്. നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ സൂക്ഷിക്കുക, വേറെ സ്ത്രീകളെ അടുപ്പിക്കാതിരിക്കുക. എന്ന് വെച്ചാൽ എല്ലാവരും എന്ന് പറയുന്നില്ല, സൂക്ഷിക്കുക, അത്രേ പറയാനുള്ളൂ. ഉള്ള സമാധാനം പോയാലേ മക്കളെയും ബാധിക്കും. മനസ്സിലായില്ലേ? നിങ്ങൾ പിരിയേണ്ടി വരും. പല സ്ത്രീകൾക്കും പിന്നെ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും.